ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബുട്ടി. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ്. നമുക്ക് ഈ വീക്കിലാണ് ഈസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസ്റ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ മാരേജ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഈദ്, വിഷു അങ്ങനെ കുറെ ഫെസ്റ്റീവ് ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഡിമാൻഡ് ആയിട്ട് വന്നതും ഈ ഒരു പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവരാനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. പാർട്ടി വെയർ മാത്രമല്ല, നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഈസ്റ്ററിന് ഇടാൻ പറ്റുന്ന വൈറ്റില് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഏലിയൻ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു കുത്തി കളക്ഷനും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ്സാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാട്ടോ. കുറെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 പീസ് സെറ്റിലെ എംബ്രോയിഡറി വർക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടിയിരുന്നത്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു. കുറെ പേർക്ക് അത് കിട്ടാത്തതുണ്ട്. എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും വിചാരിച്ചു നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ അതിന്റെ റീസ്റ്റോക്ക് വീഡിയോ വരുന്നതാണ്. ഒരു 4 to 5 ഡിഫറെന്റ് ഷെയ്ഡിൽ നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിട്ടാത്തവരൊക്കെ മിസ് ചെയ്യാണ്ട് ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ വരുമ്പോൾ തന്നെ എനിക്ക് സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. എത്രയും വേഗം പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നായിട്ട് ബുട്ടിക്കിലെ കളക്ഷൻസിന്റെ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ എല്ലാ കളക്ഷൻസും തന്നെ പേസ്റ്റ് ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ്. ഇതിൽ ബോട്ടം വരുന്നില്ല. നമ്മൾ ബോട്ടം ചെയ്യാത്തത് വേറുന്നതുകൊണ്ടല്ല, ബോട്ടം വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ 350-400 റേഞ്ചിലേക്ക് വരുന്നതുകൊണ്ട് അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അഫോർഡബിൾ റേഞ്ചിലേക്ക് ഒരു പാർട്ടി വെയർ സെറ്റ് 2 പീസ് സെറ്റ് ആയിട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനിലും നല്ല യുണീക്ക് ആയിട്ട് എവിടെയും കാണാത്ത തരത്തിലുള്ള നല്ലൊരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല റൗണ്ട് നെക്കില് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെന്ററിൽ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിലും കട്ട് ബീഡ്സ് കൊടുത്തിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതില് കട്ട് ബീഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, സീക്വൻസിങ്, ത്രെഡ് വർക്ക്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു പീകോക്കിന്റെ ഷേപ്പില് ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് മസ്ലിൻ സിൽക്ക് ആണ്. മസ്ലിൻ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് ബോഡി മൊത്തം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ബനാറസിയില് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. ബോർഡർ 4 ബോർഡേഴ്സിലും ഇങ്ങനെ ഒരു 6 മോഡലില് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തിലാണ് ഈ ഒരു ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നത് ലാർജ്, എക്സ്, XXL സൈസിലാണ് വരുന്നത്. ഇതിൽ മീഡിയം വരുന്നില്ല. മീഡിയം ഉള്ളവർ ലാർജ് എടുത്തിട്ട് ചെറിയ ഓൾട്രേഷൻ വേണ്ടി വരും. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ്സ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ്. നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കണ്ടു നോക്കാം. സെയിം ഫീച്ചർ തന്നെയാണ്, സെയിം വർക്ക്, സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ലൊരു റൗണ്ട് നെക്കില് ഗോൾഡൻ കട്ട് ബീഡ്സും വൈറ്റ് പേൾസ് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പീകോക്കിന്റെ ഒരു ഡിസൈനിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു യൂണിക് ഡിസൈൻ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതൊരു ബോട്ടായിട്ട് നമുക്ക് ഇതിൽ പെയർ ചെയ്യാവുന്നതാണ്. ബേബി പിങ്ക് വരുന്നുണ്ട്, വൈറ്റ്, റെഡ്, അങ്ങനെ ഏതൊരു ബോട്ടായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെന്ററിൽ 3 ബട്ടൺ കൊടുത്തിട്ട് അതിലും കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. നമുക്ക് ഈസ്റ്ററിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബനാറസിയാണ്. സോഫ്റ്റ് ബനാറസിയില് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ദുപ്പട്ടയുടെ ബോർഡറിൽ 6 ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞത് ലാർജ്, എക്സ്, XXL സൈസിലാണ്. പ്രൈസ് വരുന്നത് 1799. നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. തേർഡ് കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് റെഡ് കളറിലോ അതായത് സെയിം ബോട്ടോ ഒക്കെ അല്ലെങ്കിൽ വൈറ്റോ ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്.
സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ ചൂട് ക്ലൈമറ്റിൽ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് വന്നിട്ടുള്ളത്. വിത്ത് കോട്ടൺ ലൈനിങ് ആണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ടോപ്പിനും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. സോഫ്റ്റ് ബനാറസി സിൽക്കിനാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. നല്ല ലെങ്ത്തിൽ നമുക്ക് തട്ടായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ വൺ സൈഡോ എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1199. നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഇനി ഒരു ഷെയ്ഡ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് കണ്ടു നോക്കാം. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു പാരറ്റ് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത്. റൗണ്ട് നെക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ വർക്ക് ഈ ഒരു കളറിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പീകോക്കിന്റെ ഒരു ഡിസൈനിൽ ത്രെഡ് വർക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റെഡ് വൈറ്റ് അങ്ങനെ ഒരു കോമ്പിനേഷൻസ് ആണ് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ആ ബട്ടണിൽ പോലും നമുക്ക് കട്ട് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. സെയിം വർക്ക് തന്നെയാണ്, സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം. ദുപ്പട്ട ചെയ്തിട്ടുള്ളതും സെയിം ബനാറസി തന്നെയാണ്, സോഫ്റ്റ് ബനാറസിയാണ്. ഹെവി ആയിട്ടുള്ള ഒരു ഷോൾ അല്ല വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. 4 കളേഴ്സും പേസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. മീഡിയം വരുന്നില്ല. മീഡിയം ഉള്ളവർക്ക് ചെറിയൊരു ഓൾട്രേഷൻ ആണ് ലാർജ് എടുത്തിട്ട് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1199. നമുക്ക് ഇനി നെക്സ്റ്റ് പാറ്റേൺ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നല്ല ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ടും ത്രെഡ് വർക്ക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒത്തിരി കട്ട് ബീഡ്സും സീക്വൻസിംഗ് ഒക്കെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. മസ്ലിൻ സിൽക്കാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. വിത്ത് ലൈനിങ് ആണ്. ലൈനിങ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. റൗണ്ട് നെക്ക് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കിന് ചുറ്റും ചെറിയ പേൾസ് കൊടുത്തിട്ട് ആ റൗണ്ട് നെക്കിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ടും ഇതിൽ ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ടോപ്പ് മൊത്തം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ്സിൽ ചെറിയൊരു കട്ട് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഫുൾ ലെങ്ത്തിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ടോപ്പിന്റെ ഒരു എൻഡിലായിട്ടും ഒരു വർക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഷാൾ വരുന്നതും സോഫ്റ്റ് ബനാറസിയിൽ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ ചെയ്തിട്ടുള്ളത്. സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1199. ഈ ഒരു ഡിസൈനിൽ ഒരു ഷെയ്ഡ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അതേ കളർ ഷെയ്ഡിൽ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. സെയിം റൗണ്ട് നെക്ക് തന്നെയാണ്. ചെറിയ ബീഡ്സ് കൊടുത്തിട്ട് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയും ടോപ്പിൽ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിന്റെ എൻഡിലായിട്ടും ആ ഒരു ചെസ്റ്റ് പോർഷനിൽ അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ്. ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരും. സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ചെറിയൊരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബനാറസിയിലാണ്. നല്ല ലെങ്തില് ദുപ്പട്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്. അധികം സീക്വൻസിങ്ങോ കട്ട് വർക്സോ ഇല്ലാത്ത നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1199. നമുക്കിനി നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നോക്കാം. അതൊരു റീസ്റ്റോക്ക് ആയിട്ടാണ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ ഒരു 3 കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തവണയും ഈ 2 കളേഴ്സിൽ തന്നെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം.
പാർട്ടി വെയർ കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ലൊരു റൗണ്ട് നെക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ചെറിയ ബീഡ്സ്, വൈറ്റ് പേൾസ് ഒക്കെ കൊടുത്തിട്ട് ചെസ്റ്റ് പോർഷൻ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ ടോപ്പ് വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ്, വിത്ത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ബനാറസിയിലാണ്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ലൊരു റൗണ്ട് നെക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. വൈറ്റ് പേൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെന്ററിൽ ഇങ്ങനെ ഒരു സിഗ്സാഗ് മോഡലില് ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ബോഡി കംപ്ലീറ്റ് ആയിട്ടും ഒരു പേൾസ് വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട വരുന്നതും സെയിം ബനാറസി ഫാബ്രിക്കിലാണ്. സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വന്നിട്ടുള്ളത്. 4 സൈഡിലും സെയിം ബോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല ലെങ്തിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1199. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ്. ലൈറ്റ് പർപ്പിൾ ആണ്. സെയിം കളർ കോമ്പിനേഷൻ തന്നെയായിട്ട് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസൈൻസിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ചെസ്റ്റ് പോർഷൻ നല്ല നീറ്റ് ആയിട്ട് ഡിഫറെന്റ് കളേഴ്സിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൈറ്റ് പേൾസ് കൊടുത്തിട്ട് ചെറിയൊരു വർക്ക് ബോഡി ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു 3 പാറ്റേണിലും വന്നിട്ടുള്ളത്. ഇതിലും സെന്ററിൽ സിഗ്സാഗ് മോഡലിൽ ഒരു കട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നമുക്ക് ദുപ്പട്ടയും കൂടി പെയർ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. 3 ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എത്രയും വേഗം ഓർഡർ ചെയ്യുക. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1199. നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമുക്ക് ഈസ്റ്ററിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വൈറ്റ് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് കളക്ഷൻസ് നോക്കാം. കോട്ടൺ ഫാബ്രിക്കിലെ ഏലിയൻ പാറ്റേണിൽ വരുന്ന ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. വൈറ്റ് ബേസില് ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലീവ്സ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. റൗണ്ട് നെക്കില് ചെസ്റ്റ് പോർഷൻ മിറേഴ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ മിറേഴ്സിന് താഴെയായിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് അത് ചെസ്റ്റ് പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിന്റെ സെന്ററിൽ നിന്ന് താഴേക്ക് പോട്ട്ലി ബട്ടൺസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ആ ഒരു കളേഴ്സിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. 47 ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്തില് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 799. നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. സെയിം ഫീച്ചർ തന്നെയാണ്. ഇതിൽ കാന്ത പ്രിന്റില് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചെസ്റ്റ് പോർഷനിൽ പൈപ്പിങ്ങും അതുപോലെ തന്നെ ബോട്ടിൽ ബട്ടൺസ് സെന്ററിൽ നിന്ന് താഴേക്കും പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ റൗണ്ട് നെക്കില് സെയിം പ്രിന്റില് ഇങ്ങനെ വരും. നല്ല 2 കളേഴ്സിലാണ് കേട്ടോ നമ്മൾ ഈ തവണ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ബേസിൽ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 799. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലെ ഏലിയൻ മോഡലിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ചെസ്റ്റ് പോർഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും ത്രെഡ്സും യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ലൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വി ഷേപ്പില് ഗോൾഡൻ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ത്രെഡ്സും യൂസ് ചെയ്തിട്ട് ആ നെക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ് ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തിട്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ എൽബോയ്ക്ക് മുകളിലാണ് സ്ലീവ്സ് വരുന്നത്. ബോഡി മൊത്തം 47 ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്.
ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ലൈനിങ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് റൗണ്ട് നെക്കിൽ ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 799. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ എത്രയും വേഗം സ്ക്രീൻഷോട്ട് അയക്കുക. ഒപ്പം സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും പെട്ടെന്ന് തന്നെ ഡിസ്പാച്ചിങ് അവൈലബിൾ ആണ്. ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം നാളെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. നമുക്ക് ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ഡെലിവറി ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ മുതലുള്ള ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് റിട്ടേൺസ് എക്സ്ചേഞ്ച് പോസിബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓപ്പണിംഗ് വീഡിയോ വേണം. പിന്നെ അതുപോലെ തന്നെ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺസോ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല. എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.